welcome back to our channel. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് സെലിബ്രേഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കോളേജിലും സ്കൂൾസിലും ഒക്കെ ആയിട്ട് വരാൻ കിടക്കാണല്ലേ. അപ്പോൾ പിന്നെ അതിന് പറ്റിയ ഒരു അടിപൊളി ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് സ്കിൻ പ്രെപ്പ് ചെയ്യുന്നതിനെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിൻ പ്രെപ്പ് ചെയ്യാതെ മേക്കപ്പ് ആയിട്ട് യാതൊരു കാര്യമില്ല ഗൈസ്. അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ 2 ഹാക്ക് കാണിക്കുന്നുണ്ട്. രണ്ടും അടിപൊളി ഹാക്കാണ്. അതിൽ രണ്ടാമത്തെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള അടിപൊളിയായിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഒരു ഹാക്കും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തത്. പോൺസിന്റെ സൺസ്ക്രീൻ ആണ്. കൂടുതലും രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഈ കോളേജിലും സ്കൂളിലും ഒക്കെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ് ഗൈസ്. ഈ ഒരു വാസ്ലിൻ ഞാൻ ആരോടും അപ്ലൈ ചെയ്യാനായിട്ട് പറയില്ല. കാരണം ഇത് പേഴ്സണലി എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പലർക്കും സ്കിന്നിന്റെ കളർ ഭയങ്കര ഡാർക്ക് ആവുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ പിമ്പിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെ എങ്ങനത്തെ സ്കിന്നാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ സ്കിന്നിന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ ഗൈസ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഇട്ടിട്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു സ്മൂത്ത് ബേസ് കിട്ടാനും അതുപോലെ കുറച്ചൊരു ഗ്ലോയി ലുക്ക് തോന്നിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈമറായിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പ്രൈമറിന് അത്ര വർക്ക് ചെയ്യുന്നില്ല, എന്നാലും അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകും. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ കളർ കറക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓറഞ്ച് കളർ കറക്ടർ അല്ല എടുക്കുന്നത്, പീച്ച് കളർ കറക്ടറാണ്. കാരണം എനിക്ക് അത്രത്തോളം ഭയങ്കരമായ കടുത്ത ഡാർക്ക് സർക്കിൾസ് എന്നൊന്നും പറയത്തക്ക വിധം ഇല്ല. അതുകൊണ്ടാണ് പീച്ച് കളർ കറക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഡാർക്ക് സർക്കിൾസ് അല്ല, എന്നാലും കുഴപ്പമില്ലാതെ ചെറിയ തോതിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും പീച്ച് കറക്ടർ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് താഴെയുള്ള ഷെയ്ഡ്, ഓക്കെ, കുറഞ്ഞ ഷെയ്ഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഹൈഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ആ സൈഡിലുള്ള ഡാർക്ക് സ്പോട്ട്സ് മൊത്തം കവറായി പോയിട്ടുണ്ട് ഗൈസ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ പാലറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്, അടുത്ത് നമ്മൾ ഇനി പോകാൻ പോകുന്നത് വേറെ ഒന്നും നമ്മളെ കണ്ണിന്റെ പണിയിലോട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ളു. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് രണ്ട് കണ്ണിന്റെ മേലെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഐഷാഡോ പാലറ്റിലെ ആ ബ്രൗൺ ഷെയ്ഡ് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ നടുക്കൊരു കുഴിയാണ് ഗൈസ്. കാരണം ഞാൻ അത്രയ്ക്ക് ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസ് ആയിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അത് 2 കണ്ണിന്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ആയ ഡാസ്ലറിന്റെ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹെവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്മോക്കി ഐസോ ഒന്നുമല്ല ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമൽ ഒരു ഐസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു വിങ് ഇട്ടിട്ട് ഞാൻ ഐലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിന്റെ മേലെയും ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കാജലാണ്. കണ്ണിന്റെ താഴെ കാജൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. കണ്ണ് എനിക്ക് മേളിൽ മാത്രം എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഫേസിന് ചേർന്ന കണ്ണിന്റെ താഴെ കൂടെ എഴുതുമ്പോഴാണെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ണിന്റെ താഴെ വരച്ചത്. അത് ഹിമാലയയുടെ കാജലാണ് ഞാൻ യൂസ് ചെയ്തത്. അതിന്റെ മേലെ കൂടെ അത് സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനിന്റെ തൊട്ട് താഴെ ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ ഉയർത്താലും അത് അധികം സ്മഡ്ജ് ആവത്തില്ല. പിന്നെ നമ്മളെ പണ്ടത്തെ ഒരു ഹാക്കാണ്, നമ്മൾ മസ്കാര ഇല്ലാതിരുന്ന സമയത്ത് ഐലൈനറിന്റെ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ഐലാഷസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ വിടർന്ന കണ്ണുകളായിട്ട് തോന്നും ഗൈസ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഡ്രസ്സിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വൈറ്റ് കളർ ഗ്ലിറ്റർ പാർട്ടിക്കിൾസിന്റെ അങ്ങനത്തെ ഒരു സംഭവമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു സിൽവർ കളർ ഐഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഐലൈനർ വരച്ചു കൊടുക്കുന്നതിന്റെ മേലിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാടൊന്നും വാരി വലിച്ചിടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ആ ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നൂലെങ്കിലും നേരിട്ട് വലിയ കുഴപ്പമില്ല ഗൈസ്, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇതാണ് ഫസ്റ്റ് ഹാക്ക്. നമ്മളെ ഫൗണ്ടേഷൻ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അധികം അങ്ങനെ കേക്കിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എമൗണ്ട് ടാൽക്കം പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഫേസിൽ ഒന്നിങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്, വളരെ കുറച്ച്. ഞാനിവിടെ ലൂസ് പൗഡറോ സെറ്റിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്തില്ല. പൗഡേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്
ടാൽക്കം പൗഡർ മാത്രം കേട്ടോ. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പം കുറച്ച് സ്വെറ്റ് പ്രൂഫ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, മേക്കപ്പ് കുറച്ചുകൂടെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് ഹാക്ക്. അതിനുശേഷം പിന്നെ ഐബ്രോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഒരു ഐബ്രോസ് ജസ്റ്റ് നല്ലപോലെ കോംബ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെയിൻ കടമ്പയായ ഫൗണ്ടേഷനിലോട്ട് കിടക്കാണ്. ഞാനിവിടെ ലോറിയലിന്റെ ഇൻഫാലിബിൾ 32 hour വെയർ ടെസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, ആ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ആ ഫൗണ്ടേഷന്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഫൗണ്ടേഷന്റെ പെർഫോമൻസ് പക്ഷേ അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, അതിന്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതും ഞാൻ സ്ട്രോപ്പ് ക്രീം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ സ്ട്രോപ്പ് ക്രീം എടുത്തത് ഇത്തിരി കൂടിപ്പോയി ഗൈസ്. ഇത് ഞാൻ ഇത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് ഏകദേശം തീരാറായി, ഇത്രയും വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, എന്നാലും അത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ ഇതുപോലെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ആദ്യം ഏത് ഫൗണ്ടേഷൻ ഇട്ടാലും മിക്കവാറും ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷോ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ഫ്ലോലെസ് ലുക്കും കിട്ടും. അവിടെ ഇങ്ങനെ കേക്കി ആയി കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ടൂൾസോ കാര്യങ്ങളോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലെൻഡിങ്ങിലാണ് ഫൗണ്ടേഷൻ ഏറ്റവും വലിയ കാര്യം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ഫൗണ്ടേഷൻ നീറ്റായിട്ട് കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്തോളൂ. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിന്റെ കൺസീലറാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് കൺസീലർ എന്ന് തന്നെ പറയാം. ഇതിൽ എന്റെ ഷെയ്ഡ് വന്നിട്ട് ബട്ടർ സ്കോച്ച് ആണ്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്ററായി. ഞാൻ പോയി നോക്കിയെടുത്താണ്. അവിടുത്തെ ചേച്ചി എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞാണ് എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്ററായി, അതുകൊണ്ട് ബട്ടർ സ്കോച്ച് എടുക്കണം എന്ന്. അങ്ങനെ ആ ഒരു ഷെയ്ഡിലുള്ള കൺസീലർ എടുത്തിട്ട് ഞാൻ കണ്ണിന്റെ താഴെയും വായുടെ ചുറ്റും മൂക്കിലും നെറ്റിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ആദ്യം ബ്ലെൻഡ് ചെയ്യുന്നത്, പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കൺസീലറൊക്കെ വാരി വരച്ച് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കേക്കാവും, ക്രീസിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് ഹൈ പോയിന്റ്സിലും അത്യാവശ്യം എന്താണ് ഡാർക്കായിട്ട് കിടന്ന ഭാഗത്തെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ലുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഗൈസ്. നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള അടിപൊളി ലുക്കാണ് ഗൈസ്. സീരിയസ്ലി എനിക്ക് കിട്ടിയത്, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. അതിനുശേഷം ഇത് ക്രീസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടാൽക്കം പൗഡർ എടുത്തിട്ട് കണ്ണിന്റെ താഴെയും മൂക്കിലും, അത് കൺസീലർ ഇട്ട ഭാഗങ്ങളിലെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ ബേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബേക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഹാക്ക് അല്ല രണ്ടാമത്തെ ഹാക്ക്, അത് ഇനി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ മുന്നേ വേറൊരു വീഡിയോയിലൊരു ഹാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നതാണ് ഗൈസ്, കണ്ണുകൾ കുറച്ചുകൂടെ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണിന്റെ താഴെ ഇങ്ങനെ ബേക്ക് ചെയ്ത് വെച്ചിട്ട് ബ്ലഷ് വെച്ചിട്ട് ഇങ്ങനെ ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹാക്ക് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാക്കാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഓൾമോസ്റ്റ് കുറച്ചെങ്കിലും ഹൈഡായി പോവുകയും അതുപോലെ കണ്ണിന് നല്ലൊരു ഭംഗി, കണ്ണും ആ ഒരു എന്തോ ഒരു ബ്ലഷ്ഡ് ലുക്ക് നമുക്ക് കിട്ടും. ഭയങ്കര ഭംഗിയാണ്. അതും ട്രൈ ചെയ്തിട്ടില്ല, അത് ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് ഹാക്ക് ഇതല്ല കേട്ടോ, അത് വരുന്നതേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ കാര്യം ഇതാണോ സെക്കൻഡ് ഹാക്ക്, ഇത് ഓൾറെഡി പറഞ്ഞല്ലോ വിചാരിക്കും. പിന്നെ ഞാൻ നെറ്റിയുടെ അവിടെയും ജസ്റ്റ് ഇങ്ങനെ ഇട്ടു. ഞാൻ പല സെലിബ്രിറ്റീസും നെറ്റിയുടെ അവിടെ ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ബ്ലഷ്ഡ് ലുക്ക്, നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇതാണ് ഗൈസ് സെക്കൻഡ് ഹാക്ക്. നമ്മുടെ എന്താണ് ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്കിൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലിപ്പിലിടുന്ന ആ ഒരു ലിപ് ഗ്ലോസ് എടുത്തിട്ടാണ് എൻ്റെ ഹൈ പോയിന്റ്സിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഹൈലൈറ്റുള്ള ചിലതിൽ ഇങ്ങനെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു എഫക്റ്റും ഇല്ല. നല്ലൊരു ഗ്ലോയി ലുക്ക് കിട്ടും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നും ഇത് യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഒരു ഒക്കേഷൻ, എന്തെങ്കിലും ഒരു ഒക്കേഷനോ കാര്യങ്ങളോ വരികയാണെന്ന് വെച്ചാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഞാൻ ഇപ്പം ഇതിന്റെ അഡിക്റ്റഡ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് നെറ്റിയിരുന്നത് കവിളിലും അതുപോലെ മൂക്കിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല കണ്ടാൽ മനസ്സിലാവും ഗൈസ്, അത്രയ്ക്ക് അടിപൊളി. ഞാൻ വേറെ ഒരു ഹൈലൈറ്ററും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു ഗ്ലാസ് സ്കിൻ ലുക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അതിനുശേഷം പിന്നെ ഞാൻ ലിപ്സ്റ്റിക്, ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്, റെഡും മെറൂണും എന്ന് വേണമെങ്കിലും പറയാം. ആദ്യം ഒരു റെഡ് ഷെയ്ഡ് പാലറ്റിൽ നിന്ന് എടുത്തു, പിന്നെ ഞാനൊരു മെറൂൺ ഷെയ്ഡ് അങ്ങറ്റത്തുനിന്ന് രണ്ടാമതിരിക്കുന്ന ഷെയ്ഡ് എടുത്തിട്ട് ആ ഷെയ്ഡ് എടുത്തിട്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിന്റെ ഓൾമോസ്റ്റ് ആ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ആ ഒരു ലുക്കിന്റെ കൂടെ ഈ ഒരു ലിപ്സ് വന്നപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഒരു റെഡ് ലുക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ ഒപ്പിയെടുക്കുക. ആ ഒരു പാലറ്റിൽ നിന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിടത്തോളം അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു ടിൻറ്റ് അവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റ് ലുക്കായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും അതേ റെഡ് ഷെയ്ഡും മറ്റേ മെറൂൺ ഷെയ്ഡും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം ആ ലിപ്സ് എങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിന്നോളൂ. പെട്ടെന്നൊന്നും ഫുഡ് കഴിച്ചാലോ അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ലിപ് ഗ്ലോസ് എടുത്തിട്ട് ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ആ ഒരു ഗ്ലോയി ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് സത്യം കഴിച്ചു, എനിക്ക് പറഞ്ഞാലും മതിയാവുള്ള, സീരിയസ്ലി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അടങ്ങി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ ഹെവന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്, അതെടുത്ത് തുടച്ചോ ഒന്നും കളയരുത്. ഓക്കെ, അതിന് അങ്ങ് ഡ്രൈ ആവാനായിട്ട് വിടാം. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഫൈനൽ ലുക്കാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആ ഒരു ഗ്ലോയി ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഗൈസ്? അതാണ് നമ്മുടെ ഹാക്കിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ജസ്റ്റ് മുടി ഒന്ന് കേളിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹീറ്റ്ലെസ് കേളാണ്. നമ്മളെ സ്ട്രൈറ്റ്നറോ കേളറോ വെച്ചിട്ടൊന്നും കേൾ ചെയ്തല്ല, ഹീറ്റ്ലെസ് ആയിട്ടുള്ള കാണുന്നത്. പിന്നെ നമ്മളെ ക്രിസ്മസ് അപ്പൻ്റെ ഒരു തൊപ്പി കാര്യങ്ങൾ അങ്ങനെ ക്രിസ്മസ് വൈബിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മളെ ഫൈനൽ ലുക്ക്. അങ്ങനെ പട്ടി ഷോ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. അപ്പോൾ ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. എനിക്ക് ഡ്രസ്സും നല്ല ഇഷ്ടമായി ഗൈസ്. എന്തോ എനിക്ക് ഈ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഇത്രത്തോളം ചെയ്യില്ലെങ്കിലും അതിന്റെ സൈഡിൽ കൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് മെരി ക്രിസ്മസ്.